ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എബിറ്റ് EPS അനാലിസിസിനെ കുറിച്ചാണ്. നോക്കാം എന്താണ് എബിറ്റ് EPS അനാലിസിസ്. The company has to select the best financial plan, the best combination of various sources. For selecting the best combination, the alternative financial plans or combinations under varying level of EBIT should be analyzed or compared. അതായത് ഒരു കമ്പനി എന്താണ് കമ്പനിയുടെ സക്സസിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ തന്നെ സെലക്ട് ചെയ്യണം. ഒരു ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വേരിയസ് സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ് എന്ത് ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫോർ സെലക്ടിങ് ദി ബെസ്റ്റ് കോമ്പിനേഷൻ, ആ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള പല ആൾട്ടർനേറ്റീവ് പ്ലാനുകളും കോമ്പിനേഷൻസും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പഠിക്കുന്നത് എബിറ്റ് അനാലിസിസ് നടത്തിയിട്ടാണ്. ഓക്കെ, ഓരോ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെയും അതല്ലെങ്കിൽ ഓരോ കോമ്പിനേഷൻ്റെയും എബിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ എബിറ്റ് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, the best financial plan or combination is one which has the highest EPS. അതായത് ഏത് ആൾട്ടർനേറ്റീവ് ആണോ നമുക്ക് ഹയസ്റ്റ് EPS നൽകുന്നത് അതാണ് നമ്മൾ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഫോർ സച്ച് an analysis and selection, the company use a tool or technique of financial planning. This tool or technique is Ebit EPS analysis. അപ്പം നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതൽ എബിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് EPS നൽകുന്ന പ്ലാൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂളിനെ പറയുന്ന പേരാണ് എന്ത്, എബിറ്റ് EPS അനാലിസിസ് എന്ന്. ഓക്കെ, ഇനി നോക്കാം എബിറ്റ് EPS അനാലിസിസ് കൺസെപ്റ്റ് എന്താ നോക്കാം. എബിറ്റ് EPS analysis basically involve the comparative study at different level of EBIT of various alternative of financial plan. ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സോഴ്സസും ഉണ്ട്, അല്ലെങ്കിൽ പല പ്ലാനുകളും ഉണ്ടാകും. പൂർണ്ണമായിട്ടും ഇക്വിറ്റി ആവാം, കുറച്ച് ഇക്വിറ്റിയും കുറച്ച് പ്രിഫറൻസ് ഷെയറും കുറച്ച് ഡെപ്റ്റ് ആകാം, ദെൻ ഡെപ്റ്റ് കൂടുതലാവാം. ആ തരത്തിലുള്ള പല ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് സോഴ്സസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറെൻറ്റ് പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. ആ ഡിഫറെൻറ്റ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അതിൻ്റെ എബിറ്റ് EPS കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും EPS കൂടുതലുള്ള പ്രൊജക്റ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്ലാൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, എബിറ്റ് EPS analysis is attempted to examine and evaluate the effect of EBIT at varying level on the EPS under different alternative financial plan. അപ്പോൾ എബിറ്റ് EPS അനാലിസിസിൽ നമ്മളൊരു പഠിക്കുന്നത് എന്താണ്, എഫക്റ്റ് ഓഫ് എബിറ്റ് അതായത് പല ലെവൽസിലും എബിറ്റും EPSലും ഉണ്ടാകുന്ന എഫക്റ്റ്, പല ആൾട്ടർനേറ്റീവ് പ്ലാനിലും എബിറ്റിലും EPSലും ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, എബിറ്റ് EPS അനാലിസിസ് ആൾസോ ഹെൽപ്സ് ഇൻ ഡിസൈനിങ് എ സ്യൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷനെ സൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മെഷറിംഗ് ദ ഇമ്പാക്ട് ഓഫ് ദി യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാനും ഒക്കെ എന്ത് സഹായിക്കുന്നു, എബിറ്റ് EPS അനാലിസിസ് സഹായിക്കുന്നു. The objective of Ebit EPS analysis is to determine the effect of using different sources of financing on EPS. അപ്പം എബിറ്റ് EPS അനാലിസിസിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, EPSൽ ഏണിംഗ് പെർ ഷെയറിൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക. അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. എബിറ്റ് EPS അനാലിസിസ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യുമ്പോൾ ഏണിംഗ് പെർ ഷെയറിൽ ഉണ്ടാകുന്ന EPSൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ചേഞ്ചസ് എന്താണ്, എഫക്റ്റ് എന്താണ് എന്ന് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എബിറ്റ് EPS അനാലിസിസ്. ഒന്നാമത്തെ ഫീച്ചർ നോക്കുക. ഇഫ് ദ അസറ്റ് ഫിനാൻസ്ഡ് വിത്ത് ദ യൂസ് ഓഫ് ഡെപ്റ്റ് yield a return greater than the cost of capital, EPS increase without an increase in owners equity. അതായത് ഒരു ഫേം അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ,
അപ്പം എന്താണ് ഈൽഡ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആ ഓർഗനൈസേഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ റിട്ടേൺ നേടിയെടുക്കുന്നുണ്ട് എങ്കിൽ അവരുടെ EPS എന്തായിരിക്കും, ഓണേഴ്സിന്റെ ഇക്വിറ്റിയിൽ, ഓണറുടെ ഇക്വിറ്റിയിൽ ചേഞ്ച് ഒന്നും വരുത്താതെ തന്നെ EPS എന്താവും, ഇൻക്രീസസ് ഉണ്ടാവും, EPSൽ വർധനവ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ ആ ഓർഗനൈസേഷൻ ഡെപ്റ്റ് ഫിനാൻസ് എന്താണ് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ EPS ഇൻക്രീസ് ചെയ്യും. എന്ത്, ഓണേഴ്സിന്റെ ഇക്വിറ്റിയിൽ വർധനവ് ഉണ്ടാവാതെ തന്നെ EPS ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, കമ്പനീസ് വിത്ത് ഹൈ ലെവൽ ഓഫ് എബിറ്റ് ക്യാൻ മേക്ക് പ്രോഫിറ്റബിൾ യൂസ് ഓഫ് ഹൈ ഡിഗ്രി ഓഫ് ലിവറേജ് ടു ഇൻക്രീസ് ദി EPS. അപ്പോൾ സാധാരണ കേസിൽ എബിറ്റ്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഹൈ ലെവൽ, അതായത് ഹൈ ലെവൽ എബിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനത്തിന് എന്താണ് ഹൈ ലിവറേജ് ഓപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ലിവറേജ് എന്താ നമുക്കറിയാം. ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ് ഓഫ് ഡെപ്റ്റ് അലോങ് വിത്ത് ഇക്വിറ്റിയോടൊപ്പം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യാം, അതാണ് ലിവറേജിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ഈ ഹൈ ഡിഗ്രി ഓഫ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ ഡെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ സാധാരണയായിട്ട് നല്ല രീതിയിൽ ഹൈ ലെവൽ ഓഫ് എബിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അത് ഓർഗനൈസേഷനിലെ ആ ഓർഗനൈസേഷൻ EPS, ഏർണിംഗ് പെർ ഷെയർ, വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്ത ഫീച്ചർ, when the rate of return on total asset is less than the cost of debt, EPS would fall with the degree of leverage. അതായത് ഒരു ഓർഗനൈസേഷന്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്, അവരുടെ ടോട്ടൽ അസറ്റിന്റെ മുകളിൽ, ആ ഓർഗനൈസേഷന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും കുറവാണ് എങ്കിൽ അത് എന്താണ്, നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഡെപ്റ്റ് ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, വർഷം ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിനെയാണ് അതായത് ആ ഡെപ്റ്റ് ഫിനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ, അതിനെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓർഗനൈസേഷന്റെ റേറ്റ് ഓഫ് റിട്ടേൺ, അസറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മുകളിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും താഴെയാണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഡെപ്റ്റിന് കൊടുക്കാനുള്ള, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റിനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് എന്തിന് റീസൺ ഇടയാക്കും എന്നാ പറയുന്നത്, EPS കുറയാൻ ഇടയാക്കും എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ, അതായത് നമ്മുടെ ടോട്ടൽ അസറ്റിന്റെ മുകളിലുള്ള റിട്ടേൺ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും താഴെ ആവുന്ന കേസിൽ എന്താണ്, ഈ ലിവറേജ്, ഹൈ ഡിഗ്രി ഓഫ് ലിവറേജ് ആണ് എങ്കിൽ അത് നമ്മുടെ EPS കുറയാൻ, ഏർണിംഗ് പെർ ഷെയർ കുറയാൻ ഇടയാക്കും. ഓക്കെ, അടുത്തത്, if the company increase its debt beyond a point, the EPS will continue to rise, but the value of the share will fall because of greater exposure of shareholder to financial risk. അതായത് കമ്പനി ഒരു സർട്ടൻ എക്സ്റ്റെന്റിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ്, ഡെപ്റ്റ് ഫണ്ട് തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അത് സംഭവം ശരിയാണ്. എന്താണ്, ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ ഏർണിംഗ് പെർ ഷെയർ കൂടും. കാരണം എന്തെങ്കിലും ഏർണിംഗ് പെർ ഷെയർ കൂടും നമുക്കറിയാം. നമ്മുടെ കയ്യിൽ 1000 ഇക്വിറ്റിയേ ഉള്ളൂ, നമ്മൾ എന്താണ് ഒരു 1000 ഇക്വിറ്റി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസിന്റെ ഫണ്ടിങ് ഒന്നും മതിയാവില്ല, ബിസിനസിന് ആവശ്യമായ ഫണ്ട് അതുകൊണ്ട് എത്തുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യും. അപ്പോൾ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലാഭം ഷെയർ ചെയ്യേണ്ടത് ആർക്കാണ്, 1000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വീണ്ടും 1000 ഇക്വിറ്റിയുള്ള 2000 ഇക്വിറ്റി ആക്കി, അപ്പോൾ ഉണ്ടാകുന്ന ലാഭം ഷെയർ ഉണ്ട് 2000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കിട്ടുന്ന ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും, കുറയും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ EPS എന്താണ്, ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ EPS കൂടും. കാരണം എന്താണ്, ഇക്വിറ്റിയിൽ മാറ്റമൊന്നും, ചേഞ്ചസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആണ്, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്ത്, പ്രോഫിറ്റ്. അപ്പം ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസിൽ സ്വാഭാവികമായിട്ടും EPS കൂടും. ഓക്കെ, പക്ഷേ ഒരു സെർട്ടൻ എക്സ്റ്റെന്റ് അപ്പുറത്തേക്ക് ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേമിനെ സംബന്ധിച്ചുള്ള റിസ്ക് കൂടുകയാണ്. റിസ്ക് കൂടുമ്പോൾ എന്താണ്, ഷെയറിന്റെ വാല്യൂ അത് കുറയാൻ ഇടയാക്കുന്നുള്ളതാണ്.
ഓക്കെ, ഫിനാൻഷ്യൽ റിസ്ക് കൂടുകയാണ്. എങ്ങനെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നത്? ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിട്ടേൺ കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫിനാൻഷ്യൽ റിസ്ക് കൂട്ടുന്നു. അത് സ്വാഭാവികമായിട്ട് ഷെയറിന്റെ വാല്യൂ കുറയാനും ഇടയാക്കും സെർട്ടൻ എക്സ്റ്റെന്റിന് അപ്പുറത്തേക്ക് ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് one very important factor on which the variability of EPS depends is growth and stability of sale. EPS fluctuate with fluctuation in sale. അപ്പോൾ നമുക്കറിയാം എബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മുടെ സെയിലിന്റെ ഗ്രോത്തിനെയും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സെയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്തുണ്ടാകുന്നു? എബിറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ എബിറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏർണിംഗ് പെർ ഷെയറിലും അത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ എബിറ്റ് EPS അനാലിസിസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഒരു ഗ്രാഫിക് പ്രസന്റേഷൻ ഓഫ് എബിറ്റ് EPS അനാലിസിസ് ആണ് ഇത്. നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. ഈ സംഭവങ്ങളൊക്കെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഇതില് Y ആക്സിസിൽ EPS ആണ് കാണിക്കുന്നത്, X ആക്സിസിൽ എബിറ്റ് ആണ് കാണിക്കുന്നത്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ പൂർണ്ണമായിട്ടും ഇക്വിറ്റിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓരോ ഓർഗനൈസേഷൻ പൂർണ്ണമായിട്ട് ഇക്വിറ്റിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കറിയാം എബിറ്റ്, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, നമുക്ക് എബിറ്റ് ഇല്ലാത്ത, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇല്ലാത്തപ്പോൾ എന്തുണ്ടാവില്ല? ഏർണിംഗ് പെർ ഷെയർ ഉണ്ടാവില്ല. ഓക്കെ, രണ്ടും 0 ആയിരിക്കും. അതായത് നമുക്കറിയാം എന്താണ്, EPS ഉണ്ടാവില്ല, നെഗറ്റീവ് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഡിവിഡൻഡ് കൊടുത്താൽ മതി. അല്ലാതെ കമ്പൽസറി ഈ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യം ആർക്കില്ല? ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ലൈൻ എന്ന് പറയുന്നത്, അതായത് ഓൾ ഇക്വിറ്റി, നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഷെയറിന്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫണ്ടിങ്ങിന് നമ്മൾ ഇക്വിറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? EPS 0 ആയിരിക്കും, എബിറ്റും 0 ആയിരിക്കും. കാരണം ഇക്വിറ്റിയെ സംബന്ധിച്ചിടത്തോളം എബിറ്റ് ഇല്ലാത്തപ്പോൾ എന്ത് കൊടുക്കണ്ട? ഡിവിഡൻഡ് കൊടുക്കണ്ട. അപ്പോൾ ഏർണിംഗ് പെർ ഷെയറും 0 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈൻ നോക്കുക. ഓക്കെ, ഇനി നമ്മളൊരു 25% ലിവറേജ് ആണെന്ന് ഇരിക്കും. 25% ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 25%, ടോട്ടൽ 100 ആണ് എന്ത്, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ക്യാപിറ്റൽ എങ്കിൽ അതിൽ 75% എന്താണ്? ഇക്വിറ്റിയും ബാക്കി 25 എന്താണ്? ഡെപ്റ്റുമാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം ആ 25% ഡെപ്റ്റിന് നമ്മൾ എന്ത് കൊടുക്കണം? ആ 25% ഡെപ്റ്റിന് എബിറ്റ് മീൻസ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും എന്ത് കൊടുക്കേണ്ടതുണ്ട്? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? നെഗറ്റീവ് വരും. എന്ത്? ഈ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ലിവറേജ് വരുന്ന സമയത്ത് എന്താണ്? 0ക്ക് താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 25% വരുന്ന സമയത്ത്, ഓക്കെ, ആ ലൈനാണ് ഈ പോകുന്നത്. ക്ലിയർ? 25%. ഇനി അടുത്തത് 50% ലിവറേജ്, അതായത് 50% ലിവറേജ് ആണെന്ന് വിചാരിക്കുക. 50% ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 രൂപയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് മൊത്തം എങ്കിൽ അതിൽ 50 എക്വിറ്റിയും 50 എന്താണ്? ഡെപ്റ്റും ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത കേസിൽ നമുക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? നെഗറ്റീവ് EPS ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രോഫിറ്റ് ഉണ്ടാവാത്ത കേസിൽ. ഓക്കെ, പ്രോഫിറ്റ് നല്ലോണം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? നല്ല കാര്യമാണ്. ഇത് വേണ്ടില്ല, 2 രൂപ വരെ നമുക്ക് EPS ഉണ്ടാക്കിയെടുക്കാനും അത് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഗുണം. പക്ഷെ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസ്, പ്രോഫിറ്റ് ഇല്ല എങ്കിൽ അത് നെഗറ്റീവ്, ഹൈ ലെവൽ ഓഫ് നെഗറ്റീവ് EPS ആവാനും അത് ഇടയാക്കും. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെന്റ് പ്ലാനുകൾ, അതായത് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിക്കുന്നത് ഇത് 3 പ്ലാനുകളാണ്. പൂർണ്ണമായിട്ടും ഫിനാൻഷ്യൽ പ്ലാൻ, 3 ഫിനാൻഷ്യൽ പ്ലാനുകളാണ് ഇവിടെ കാണിക്കുന്നത്. പൂർണ്ണമായിട്ട് ഇക്വിറ്റി യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാൻ, പിന്നെ 25% ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന വേറൊരു പ്ലാന്, 50% ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന വേറൊരു പ്ലാൻ. ഈ പ്ലാനുകൾ നമ്മൾ എന്താണ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്ലാനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയ, ആ ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഫറൻറ്റ് പോയിന്റ് ആണ്. അതായത് ഏത് ഫിനാൻഷ്യൽ പ്ലാനിലും ഈക്വൽ എമൗണ്ട് ഓഫ് EPS കിട്ടുന്ന പോയിന്റ്,
25% ലിവറേജുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ആയിക്കോട്ടെ, 50% ലിവറേജുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇക്വിറ്റിയുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ആയിരിക്കോട്ടെ, ആ ഈ 3 ഫിനാൻഷ്യൽ പ്ലാൻ, ഇപ്പോൾ ഇവിടെ 3 ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ഈ 3 ഫിനാൻഷ്യൽ പ്ലാനിലും എന്താണ് ഈക്വൽ EPS കിട്ടുന്ന പോയിന്റ്, അതായത് 1 ആണ് ഇവിടെ EPS. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡിഫറൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ എബിറ്റ് EPS അനാലിസിസിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ചുരുക്കം ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ ഉണ്ട്. ഓക്കെ, ഓൾ ഇക്വിറ്റി ലൈൻ പാസ് ത്രൂ ദ ഒറിജിൻ, അതായത് എല്ലാ ഇക്വിറ്റി ലൈനും ഓൾ ഇക്വിറ്റി ആവുന്ന കേസിൽ നമ്മൾ ഒറിജിൻ തുടക്കം 0 മുതലാണ് എന്ത് ചെയ്യുന്നത്? ആ ലൈന് തുടങ്ങുന്നത്. ഓക്കെ, this indicate that when EBIT is 0, EBIT 0 ആവുന്ന കേസിൽ EPS is 0. The 25% leverage line and 50% leverage line show negative EPS when EBIT is 0. EBIT 0 ആവുന്ന കേസിൽ എന്താണ്? നെഗറ്റീവ് EPS ആണ് എന്ത്? 25%-നും അതുപോലെ തന്നെ എന്താണ് 50%-നും 25%-നും 50%-നും നെഗറ്റീവ് EPS ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്താ ഇതിനുള്ള കാരണം? This is because the company still must pay interest. അതായത് ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ പ്രോഫിറ്റ് ഇല്ല എന്നുള്ളത് പ്രശ്നമല്ല. കമ്പനി എന്ത് ചെയ്തിരിക്കണം? ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയിരിക്കണം എന്നുള്ളതാണ്. Okay, if EBIT is 0, the net profit after paying interest will negative. Hence, the EPS will be negative. Okay. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് എബിറ്റ് EPS അനാലിസിസ് ആണ്. എന്തൊക്കെയാണ് എബിറ്റ് EPS അനാലിസിസ് അഡ്വാൻറ്റേജസ്? 5 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ്, അതായത് ഹെൽപ്സ് എ ഫേം ഡിറ്റർമൈനിങ് ഒപ്റ്റിമം ഫിനാൻഷ്യൽ പ്ലാൻ ഹാവിംഗ് ഹയസ്റ്റ് EPS ഉള്ള ഒപ്റ്റിമം ഫിനാൻഷ്യൽ പ്ലാൻ സെലക്ട് ചെയ്യാൻ സഹായിക്കും. കമ്പാരിറ്റീവ് അനാലിസിസിന് സഹായിക്കും. പെർഫോമൻസ് ഇവാലുവേഷൻ സഹായിക്കും. ഡിറ്റർമൈനിങ് ഒപ്റ്റിമം മിക്സ് സെലക്ട് ചെയ്യാൻ സഹായിക്കും. ഡിറ്റർമിനേഷൻ ഓഫ് ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് റിസ്ക് ഈസ് നോട്ട് ടേക്കൻ ഇൻ ടു അക്കൗണ്ട്. നമുക്കറിയാം എബിറ്റ് EPS അനാലിസിസിൽ നമുക്ക് ഡെപ്റ്റ് ഫിനാൻസിങ്ങിലൂടെ ഉണ്ടാകുന്ന റിസ്ക്, ഡെപ്റ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ റിസ്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അടുത്തൊന്ന് കോംപ്ലക്സിറ്റി, അതായത് കാൽക്കുലേഷൻ കോംപ്ലക്സിറ്റി ആണ് പറയുന്നത്. കോൺട്രാഡിക്ടറി റിസൾട്ട്, ഓവർ ക്യാപിറ്റലൈസേഷൻ, then not best and correct tool, does not control cost and limit risk. These are the limitations of EBIT EPS analysis. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് EBIT EPS അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ.